ബ്ലോക്ക് തുടങ്ങി മക്കളെ. ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഹൈവേ വഴി പോവുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ. സർവീസ് റോഡൊക്കെ അധികം ബ്ലോക്കുകളാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിലൊക്കെ എന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കാര്യമൊക്കെ വണ്ടി ഓടിക്കുക. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. രാമനാട്ടുകാർ കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടൊക്കെ അടച്ചിട്ടുണ്ട്. പാലം പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുവണ്ണൂർ ഭാഗത്തും ഒക്കെ പാലം പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പണി കഴിഞ്ഞ വരെ കുറച്ച് കാലത്തേക്കൊക്കെ പന്തരങ്കാവ് വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് മാത്രം വണ്ടി ഓടിക്കുക. ഡൈവേർഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വകുപ്പുണ്ട്. പറ്റുമെങ്കിൽ ബൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എതിർവശം വരുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക. കാരണം ഞാനിപ്പോൾ ഇന്നലെ പോണ വഴിക്ക് ഇവിടെ കുറച്ച് റോഡൊക്കെ നേരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെറുതെ ആൾക്കാർ ഭയങ്കരമായിട്ട് റോങ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ പോർഷെ കുടുങ്ങി കണ്ടില്ലേ. അപ്പം നമ്മൾ സാധാ വണ്ടി കൂടുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അവർക്ക് ആ സൈഡിലേക്ക് അടുപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ചെറിയൊരു കിടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി നല്ല ഡ്രൈവർ ആയതുകൊണ്ട് അത് ഈസി ആയിട്ട് എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളം നിർബന്ധമില്ല. അപ്പം വലിയ വണ്ടികളൊക്കെ പ്രോപ്പറായിട്ട് യൂ ടേണൊക്കെ എടുക്കുക. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഒന്ന് വീതി കൂട്ടുക. എന്നെ കുറ്റം പറഞ്ഞാൽ മതി, വേറെ വകുപ്പൊന്നും പറയാനില്ല. ഇത് ഇത്ര ചെറിയ റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കാരണം സർവീസ് റോഡായിരുന്നു. അറ്റ്ലീസ്റ്റ് കോഴിക്കോട് ബൈപ്പാസ് എങ്കിലും ഒരു 4 വരി പാത ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ് ഇപ്പം. ആരോട് പറയാനല്ലേ.